പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട ചില നിർണായക സൂചനകൾ പീപ്പിൾ പുറത്തുവിടുകയാണ്. ജിഷയുടെ അമ്മ രാജേശ്വരിക്കും ജിഷയുടെ സഹോദരി ദീപയ്ക്കും അമീറുൽ ഇസ്ലാമിനെ അറിയാമെന്ന് സൂചന. അമീറിൽ നിന്ന് ജിഷയുടെ കുടുംബം പണം കൈപ്പറ്റിയെന്നും സൂചന. പണത്തിന് പകരം ജിഷയെ വിവാഹം കഴിക്കണമെന്ന് പ്രതി ആവശ്യപ്പെട്ടുവെന്നും ജിഷ ഇക്കാര്യം വിസമ്മതിച്ചതായും വിവരം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് മറ്റ് സമഗ്രമായ വിവരങ്ങൾ നൽകും. രാജീവ്, മറ്റു വിശദാംശങ്ങൾ കൂടി. അരുൺ, നിയമവിദ്യാർത്ഥിനി ജിഷ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ചില നിർണായക സൂചനകളാണ് ഇപ്പോൾ പീപ്പിൾ ടി വി പുറത്തുവിടുന്നത്. ജിഷയുടെ അമ്മ രാജേശ്വരിക്കും ജിഷയ്ക്കും കേസിൽ പിടിയിലായ അമീറുൽ ഇസ്ലാമിനെ നേരത്തെ അറിയാമായിരുന്നുവെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇയാൾക്ക് ജിഷയുടെ സഹോദരി ദീപയുമായി അടുത്ത പരിചയമുണ്ടായിരുന്നുവെന്നും നമുക്ക് ലഭ്യമായ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നതാണ്. അമീറുലിൽ നിന്ന് ജിഷയുടെ കുടുംബം പണം കൈപ്പറ്റിയെന്നും സൂചനയുണ്ട്. പണത്തിന് പകരം ജിഷയെ വിവാഹം കഴിക്കണമെന്ന് പ്രതി ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ജിഷ ഇക്കാര്യം വിസമ്മതിച്ചതായും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മൾ പ്രേക്ഷകർക്കായി ഇക്കാര്യം അറിയിക്കുന്നത്. കൊലപാതക ദിവസം രാവിലെ 11:30 പ്രതിയെ കണ്ട ഒരു നിർണായക സാക്ഷിയുണ്ടെന്നും ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ട ഒരു പേരുകാരന്റെ അച്ഛനാണെന്നും ഇയാൾ ഒരു പശു വളർത്തുകാരനാണെന്നും നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇയാൾ അമീറുലിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 11:30 ജിഷയുടെ വീട്ടിലേക്ക് കയറിപ്പോയ അമീറുലിനെ തിരിച്ചറിയുകയും ഇക്കാര്യം പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിഷയുടെ വീട്ടിൽ നിന്ന് പ്രതി ജിഷയുടെ വീട്ടിലേക്ക് പോകുന്നത് ഇയാൾ കണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ കേസിൽ തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുക്കാൻ മറ്റ് സാക്ഷികൾ വിമുഖത കാണിക്കുന്നുവെന്ന വിവരങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അമീറുലിന്റെ പ്രതികാരത്തെ ഭയന്നാണ് സാക്ഷികൾ തിരിച്ചറിയൽ പരേഡിൽ പങ്കെടുക്കാൻ വിമുഖത കാണിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു നിർണായക വിവരം, ജിഷയുടെ വീടിന് സമീപമുള്ള കുളക്കടവിൽ വെച്ച് അമീറുലിനെ അടിച്ചത് ജിഷയുടെ അമ്മ രാജേശ്വരി തന്നെയാണെന്ന വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമായത്. ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വാഗ്വാദത്തിനിടയിൽ ജിഷയുടെ സാന്നിധ്യത്തിൽ വെച്ച് രാജേശ്വരി അമീറുലിനെ അടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതൊക്കെ തന്നെ അമീറുലിനുള്ളിൽ പ്രതികാരം വളർത്തുകയും അതിനെ തുടർന്നുണ്ടായ പ്രതികാരവാഞ്ചിയാണ് ജിഷയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഉള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ആദ്യ അന്വേഷണ സംഘത്തോട് അമ്മ രാജേശ്വരി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? അവർ അതിനെ ഗൗരവമായി പരിഗണിച്ചിരുന്നോ രാജീവ്? ആദ്യ അന്വേഷണ സംഘത്തോട് രാജേശ്വരി കുളക്കടവിലെ സംഭവവികാസം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മുഴുവൻ കാര്യങ്ങളും പറയാൻ രാജേശ്വരി തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ജിഷയുടെ ജീവ തയ്യാറില്ല എന്ന് വേണം നമുക്ക് ഈ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ ജിജിമോൻ അന്വേഷണത്തിന് ചുമതലയുണ്ടായിരുന്ന ഘട്ടത്തിൽ തീർച്ചയായും രാജേശ്വരി ഈ കുളക്കടവിലെ സംഭവവികാസങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ മറ്റ് ലിങ്കുകൾ വെളിപ്പെടുത്താത്തതിനാൽ അല്ലെങ്കിൽ പോലീസിന് അത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാകാത്തതിനാൽ അതുപോലെ തന്നെ ഇത്തരമൊരു സാക്ഷി ആ ഘട്ടത്തിൽ പോലീസിന് മുമ്പിൽ ഇല്ലാത്തതിനാലും പോലീസിന് ആ ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം ഇപ്പോൾ ഒരു സാക്ഷിയെ കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ രാജീവ്, ഒരു നിമിഷം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം കൂടി നമുക്ക് ഇപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ജിഷയുടെ അമ്മ രാജേശ്വരിക്കും ജിഷയുടെ സഹോദരി ദീപയ്ക്കും ഈ കൊലയാളിയെ നേരത്തെ അറിയാമായിരുന്നു എന്നാണ് സൂചന. അതായത് അമീറുൽ നിന്ന് ജിഷയുടെ കുടുംബം പണം കൈപ്പറ്റി എന്നും സൂചനയുണ്ട്. പണത്തിന് പകരം ജിഷയെ വിവാഹം കഴിക്കണമെന്ന് പ്രതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം അവർ വിസമ്മതിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്നതടക്കമുള്ള വളരെ നിർണായകമായ ചില പുതിയ സൂചനകൾ കൂടി. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, പീപ്പിൾ ടി വി ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്ന പുതിയ വിവരങ്ങൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. നമുക്കതിന്റെയൊക്കെ ആധികാരികത അറിയില്ല. ആധികാരികത തെളിയിക്കുന്ന ഉത്തരവാദിത്വം നമുക്കില്ല. അത് പോലീസ് ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ കേസിൽ ആദ്യം മുതൽക്ക് തന്നെ പലതരത്തിലുള്ള സംശയങ്ങൾ. ഇന്നലെ രാത്രി പീപ്പിൾ ടി വിയിൽ നടന്ന ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അവിടെ ഞാനും ശ്രീ ജോർജ് ജോസഫ് തുടങ്ങിയ ആളുകൾക്കൊക്കെ പലതരത്തിലുള്ള സംശയങ്ങൾ. അത് വെറുതെ ഒരു ദുരുദ്ദേശത്തോടെയുള്ള സംശയം ആയിരുന്നില്ല. ആ സംശയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം ശരിയായ ട്രാക്കിൽ ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. നമ്മൾ ആ സംഘത്തെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതല്ല. പക്ഷേ കാര്യങ്ങൾ ശരിയായ വഴിക്ക് നീങ്ങുന്നില്ല എന്ന സംശയം ഓരോ ദിവസവും വാർത്തകൾ കാണുമ്പോൾ നിഷ്പക്ഷമായി ഈ സംഭവങ്ങളെ നിരീക്ഷിക്കുന്ന അഭിഭാഷകർക്കും മറ്റ് കുറ്റാന്വേഷണ വിദഗ്ധർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പീപ്പിൾ ടിവിയുടെ അന്വേഷണത്തിലും ഈ പുതിയ സൂചനകൾ വെളിപ്പെട്ടിരിക്കുന്നത്. ഇത് പലതും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സംശയങ്ങളെ ബലപ്പെടുത്തുന്ന രീതിയിൽ ശരിവയ്ക്കുന്ന രീതിയിലുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
എല്ലാറ്റിന്റെയും ഒടുവിൽ ഇതിനൊരു സാരാംശം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടതും കേട്ടതും അല്ല, അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ആദ്യ കാരണങ്ങൾ കേൾക്കുമ്പോൾ, കൊലപാതകത്തിന്റെ ആദ്യ കാരണങ്ങൾ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും അത് പെട്ടെന്ന് വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. കുളിക്കടവിൽ വെച്ച് അടിക്കുന്നു, ആ വൈരാഗ്യത്തിന് കയറി ചെല്ലുന്നു, കൊല്ലുന്നു എന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള നിഗമനങ്ങളായിരുന്നല്ലോ ആദ്യം പോലീസ് പറഞ്ഞിരുന്നത്. ഇത് സ്വാഭാവികമായി തള്ളിക്കളയാൻ നമുക്ക് സ്കോട്ട്ലൻഡ് യാർഡിന്റെ തീവ്ര പരിശീലനമൊന്നും വേണ്ട, ഒരു സാമാന്യ യുക്തി മാത്രം മതി. ഇതിൽ 4 മണിക്കും 5 ഇടയ്ക്കാണ് കൊലപാതകം നടന്നത് എന്ന കാര്യം മാത്രമാണ് പോലീസ് ഗൗരവമായി എടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത് എന്ന് കാണാനാകുമോ ഈ പുതിയ സൂചനകളുടെ പശ്ചാത്തലത്തിൽ? അതേ സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കേസ് എന്ന നിലയ്ക്ക് ഈ കൊലപാതകത്തിന്റെ ഉദ്ദേശം എന്താണ്, മോട്ടീവ് എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് ഏതെങ്കിലും നിസ്സാരമായ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കി കേസ് മുന്നോട്ട് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ദുർബലപ്പെടും, അത് പൂർണ്ണമായും തകർന്നു വീഴും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു, മറ്റാരുടെയൊക്കെ ഇടപെടലുണ്ടോ? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സൂചനയനുസരിച്ച് ജിഷയുടെ അമ്മയും സഹോദരിയും ഒക്കെ പല കാര്യങ്ങളും, പ്രധാനപ്പെട്ട കാര്യങ്ങളും മറച്ചു വെച്ചിരിക്കുന്നു എന്നാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല കാര്യങ്ങളും വരികയാണ്. ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന അമീറുൽ ഇസ്ലാം തനിച്ച് നൈമിഷികമായ ഒരു വികാര വിക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമല്ല എന്ന് ഇപ്പോൾ ഏറെക്കുറെ അതൊരു ബലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ട്, അത് ആരെല്ലാമാണ്, പലർക്കും കാര്യങ്ങൾ അറിയാമായിരുന്നു, അവരത് മറച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അന്വേഷണം ആദ്യം മുതലേ ആരംഭിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അന്വേഷണം വേറൊരു ട്രാക്കിലൂടെ മുന്നോട്ട് പോകേണ്ട, അല്ലെങ്കിൽ ഒന്ന് വഴിതിരിഞ്ഞ് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ ജിഷയുടെ അവസാന വാക്കുകളായി, അല്ലെങ്കിൽ പിതാവ് പാപ്പു തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ആരെയും വിശ്വാസമില്ല എന്ന് അവസാന നാളുകളിൽ ആവർത്തിച്ച് ജിഷ പറഞ്ഞൊരു കാര്യം. മറ്റൊന്ന്, ഈ അമ്മ രാജേശ്വരി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഇത് ചെയ്യുന്നെങ്കിൽ അവൻ മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഗൗരവമായി പരിഗണിക്കേണ്ട കാര്യങ്ങളായിരുന്നില്ല, പ്രത്യേകിച്ച് പ്രതിയുമായി ഇവർക്ക് മുൻപരിചയം ഉണ്ടായിരുന്നു എന്ന തരത്തിലേക്ക് നീളുന്ന നിർണായകമായ ചില സൂചനകൾ ആ തരത്തിൽ പരിഗണിക്കുമ്പോൾ? അത് ഇപ്പോൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സംശയിക്കപ്പെടുന്ന പ്രതിക്ക് ജിഷയുമായും ജിഷയുടെ കുടുംബവുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു, പരിചയമുണ്ടായിരുന്നു, അവർ സമ്പർക്കത്തിലായിരുന്നു, പല ഇടപാടുകളും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞത് കേവലം ജിഷ എന്നൊരു പെൺകുട്ടിയെ കാണുമ്പോൾ അയാൾക്ക് തോന്നുന്ന ഒരു ലൈംഗിക വൈകൃത സ്വഭാവമുള്ള ഒരാൾക്ക് തോന്നുന്ന ഒരു അഭിവാഞ്ച, അത് നിരസിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ആക്രമണം, അതിലേക്ക് നിസ്സാരമായ ഒരു അപമാനത്തിന്റെ പേരിൽ തോന്നുന്ന ഒരു പ്രതികാരം, അങ്ങനെ നമുക്ക് അനായാസം തള്ളിക്കളയാവുന്ന ഒരു സാധാരണ കൊലപാതകം അല്ല അവിടെ നടന്നിരിക്കുന്നത്. അതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് അറിയണമല്ലോ. അറിയുക എന്നുള്ളത് അത് നമ്മുടെ അവകാശമായതുകൊണ്ട് അറിയണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കേവലം അർത്ഥമില്ലാത്ത, അന്തസ്സില്ലാത്ത മാധ്യമ വിചാരണയാണ്. ട്രയൽ ബൈ മീഡിയ എന്നോ ഇൻവെസ്റ്റിഗേഷൻ ബൈ മീഡിയ എന്നോ ഒക്കെ തള്ളിക്കളയേണ്ട കാര്യമല്ല. ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സൂചനകൾ പോലീസ് ഗൗരവമായി എടുത്ത് ഒരു അന്വേഷണത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് പോലീസ് പ്രവേശിക്കണം. വളരെ നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ അവസരത്തിൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്തതിന്. രാജീവ്, ഇക്കാര്യത്തിൽ ഈ അമ്മയും സഹോദരിയും ചില നിർണായക കാര്യങ്ങൾ മറച്ചുവെക്കുന്നു, ഒളിച്ചു വെച്ചിരുന്നു, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നു എന്ന് കരുതാമോ ഈ നിലവിലെ സൂചനകൾ ലഭിക്കുമ്പോൾ? അരുൺ, ആദ്യഘട്ടം മുതൽ തന്നെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴിയിൽ ചില സംശയങ്ങൾ അന്വേഷണ സംഘം പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായി വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അമീറുലിനെ അറിയില്ല എന്നുള്ള നിലപാട് നിന്ന് അവർക്ക് പുറകോട്ട് പോകേണ്ടി വരും. കാരണം ലഭ്യമായ സൂചനകളും ചില മൊഴികളും ഒരു പക്ഷേ അമ്മയ്ക്കും സഹോദരിക്കുമെതിരായി വരാൻ സാധ്യതയുണ്ട്. അമീറുലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടും ഒപ്പം തന്നെ സഹോദരി ദീപയുമായി അമീറുലിന്റെ പരിചയവും ഒക്കെ തന്നെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് വിലയിരുത്തേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്ര രൂപയാണ് അമീറുലിൽ നിന്ന് കൈപ്പറ്റിയത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. എന്നാൽ ഒരു സാമ്പത്തിക ഇടപാട് ഈ കുടുംബവുമായി അമീറുലിൻ നടത്തിയിരുന്നു. ഇത് തിരിച്ചു ചോദിക്കുകയും ഇത് നൽകാനാകാത്ത ഒരു പശ്ചാത്തലത്തിൽ വിഷയ ചെയ്തു തരണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്നാൽ ഇത് പിന്നീട് വാഗ്വാദത്തിലേക്കും വാക്കേറ്റത്തിലേക്കും എത്തുകയും കുളക്കടവിൽ വെച്ച് അമ്മ രാജേശ്വരി ജിഷയുടെ സാന്നിധ്യത്തിൽ അമീറുലിനെ അടിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അമീറുലിനെ തന്നെയാണ് പ്രതി എന്ന കാര്യത്തിൽ ഒരു നിർണായക സാക്ഷിയെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പശു വളർത്തുകാരനായ ഒരാൾ 11:30 രാവിലെ ജിഷയുടെ വീട്ടിലേക്ക് അമീറുൽ കയറി പോകുന്നത് കണ്ടതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അമീറുലിനെ ഇയാൾ തിരിച്ചറിയുകയും ചെയ്തു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് പീപ്പിൾ ടിവി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഈ സാക്ഷി പറയുന്നതനുസരിച്ച് ഇദ്ദേഹത്തിന്റെ മൊഴി പ്രകാരം അന്ന് നിരവധി തവണ ഇയാൾ അവിടെ എത്തിയിരുന്നു,
നിരവധി തവണ വന്നു പോയിരുന്നു. ഏറ്റവും അവസാനമായി കൊലപാതകത്തിനായി ഈ പറയുന്ന 4-നും 5-നും ഇടയ്ക്ക് അങ്ങനെ പരിഗണിക്കാനാകുമോ, അങ്ങനെ കാണാനാകുമോ? അരുൺ, ഇയാൾ നൽകിയിട്ടുള്ള പോലീസ് നൽകിയിട്ടുള്ള വിവരപ്രകാരം 11:30 അമീറുൽ വീട്ടിലേക്ക് കയറി പോകുന്നതായി കണ്ടിരുന്നു എന്നാണ് സമീപത്ത് പശുവിന് തീറ്റ കൊടുക്കുകയായിരുന്ന ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് ഈ അമീറുൽ തന്നെയാണോ എന്ന് പോലീസ് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അമീറുൽ തന്നെയാണ് എന്നാണ് ഇയാൾ നൽകുന്ന വിവരവും. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അമീറുലിലേക്കുള്ള ആ യാത്ര തന്നെ പോലീസ് തുടങ്ങുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. ഈ സാക്ഷിയായിരിക്കും ഈ കേസിൽ നിർണായകമായ ഒരു സാക്ഷിയായി മാറാൻ പോകുന്നത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ നമ്മൾ കേട്ടിരുന്ന ഒരു പേരുകാരന്റെ പിതാവാണ് ഇദ്ദേഹം. എന്തായാലും ആദ്യഘട്ടത്തിൽ നാട്ടുകാർ വിവരങ്ങൾ കൈമാറാൻ ഇത്തിരി ബുദ്ധിമുട്ടുകൾ കാണിച്ചെങ്കിൽ പോലും ഇപ്പോൾ നിർണായകമായ പല വിവരങ്ങളും പുറത്തുവിടുന്നുണ്ട്. നമുക്ക് തന്നെ ലഭ്യമാകുന്നതും നാട്ടുകാരിൽ ചിലരിൽ നിന്ന് ലഭിക്കുന്ന, ഒപ്പം പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു കാര്യം കൂടി രാജീവ്, ഈ കുളിക്കടവിലെ തല്ല് അതാണല്ലോ ഇതിനകത്ത് നിർണായകമായ ഒരു ഘട്ടം. ആദ്യം ഇത് ബിൽഡപ്പ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? നിലവിലിന്റെ ഈ സൂചനകൾ പ്രകാരം അതിന്റെ കൃത്യമായ വസ്തുത എങ്ങനെയാണ്? ഈ സോഴ്സ് പ്രകാരം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അരുൺ, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 5 മാസം മുമ്പ് എത്തപ്പെട്ട അമീറുൽ ജിഷയുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഈ കുടുംബവുമായി ബന്ധപ്പെടുന്നു. വീട് പണിയിൽ ഹോളോബ്രിക്സ് തൊഴിലാളിയായിട്ടാണ് അദ്ദേഹം അവിടെ അമീറുൽ എത്തുന്നത്. ഈ പശ്ചാത്തലത്തിൽ കുടുംബവുമായിട്ടുള്ള ബന്ധം പിന്നീട് ജിഷയുടെ സഹോദരിയുമായിട്ടുള്ള പരിചയത്തിലേക്കും അമ്മയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലേക്കും ഒക്കെ തന്നെ മാറുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പശ്ചാത്തലത്തിൽ അമീറുൽ ഒരു ഘട്ടത്തിൽ പണം തിരിച്ചു ചോദിക്കുകയും പണം തിരിച്ചു നൽകാത്തൊരവസ്ഥ വരികയും ഇത് ഈ കുടുംബവുമായി അമീറുലിന്റെ സ്പർദ്ധ വളരാൻ കാരണമാവുകയും ചെയ്തു. പണം തന്നില്ലെങ്കിൽ ജിഷയെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു ആവശ്യം അമീറുൽ മുന്നോട്ട് വെച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ആ ഘട്ടത്തിൽ ജിഷ ഇക്കാര്യം വിസമ്മതിക്കുകയും കുളക്കടവിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട വാഗ്വാദത്തിനിടെ അമ്മ രാജേശ്വരി അടിക്കുകയും ആയിരുന്നു. ഇതിന്റെ ഒരു പ്രതികാരമാണ് പിന്നീട് ഉണ്ടായത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്നതും നാട്ടുകാരിൽ നിന്നും ഒപ്പം തന്നെ പോലീസിലെ ചില വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകളാണ്. എന്തായാലും ഇത്തരത്തിലുള്ള സൂചനകൾ വളരെ ശക്തമായി തന്നെ ഉണ്ട്. അന്വേഷണ സംഘം ഇതിന് പുറകെ ഉണ്ടെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട നിർണായക സൂചനകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ജിഷയുടെ അമ്മ രാജേശ്വരിക്കും ജിഷയുടെ സഹോദരി ദീപയ്ക്കും അമീറുൽ ഇസ്ലാമിനെ അറിയാം എന്നായിരുന്നു സൂചന. അമീറിൽ നിന്ന് ജിഷയുടെ കുടുംബം പണം കൈപ്പറ്റിയതായും സൂചനയുണ്ട്. പണത്തിന് പകരം ജിഷയെ വിവാഹം കഴിക്കണമെന്ന് പ്രതി ആവശ്യപ്പെട്ടുവെന്നും ജിഷ ഇക്കാര്യം വിസമ്മതിച്ചിരുന്നു എന്നും ആയിരുന്നു വിവരങ്ങൾ. അമീറുൽ ഇസ്ലാമിന്റെ സുഹൃത്തിനെ അസമിൽ നിന്ന് പോലീസ് കണ്ടെത്തി. പോലീസ് ഇയാളെ ഉടൻ ചോദ്യം ചെയ്യും. ആവശ്യമെങ്കിൽ ഇയാളെ കേരളത്തിലെത്തിക്കും. അതേസമയം അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് നാളെ നടക്കും. തെളിവെടുപ്പിനായി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതി ഉമേഷ് ചേരുന്നു. ഉമേഷ്, കാക്കനാട് ജില്ലാ ജയിൽ വളപ്പിൽ തന്നെ ആകുമോ ഈ പരേഡ് നടക്കുക? ഒപ്പം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അദ്ദേഹമാണല്ലോ ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. അക്കാര്യങ്ങളൊക്കെ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു നിലവിൽ? അരുൺ, ജില്ലാ ജയിലിൽ വെച്ച് തന്നെയാണ് തിരിച്ചറിയൽ പരേഡ് നടത്തുക. ഇതിനുള്ള അനുമതിയാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നൽകിയത്. ഈ ഒരു മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടത് എന്നും CJM ഉത്തരവിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നുംപുറം മജിസ്ട്രേറ്റിനെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ജില്ലാ ജയിലിലെത്തിയ ശേഷമായിരിക്കും ഈ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. കുന്നുംപുറം മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നാളെ തിരിച്ചറിയൽ പരേഡ് നടത്തുന്നത്. അതേസമയം ഈ തിരിച്ചറിയൽ പരേഡ് നാളെ രാവിലെ തന്നെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം തിരിച്ചറിയൽ പരേഡിന് എത്തേണ്ടവരോട് പോലീസ് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്, അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കണം. മാത്രമല്ല ഈ പ്രതി അമീറുൽ ഇസ്ലാമുമായി ഉള്ളവർ ജയിലിലുള്ളവരെയാണ് ഈ പരേഡിനായി നിർത്തുക. അതിനുള്ള ഒരു കാലതാമസവും ഉണ്ടാകും. ഈ നടപടികളെല്ലാം പൂർത്തിയാക്കി ഒരുപക്ഷെ നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടത്തുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ തിരിച്ചറിയൽ പരേഡ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അതിനടുത്ത ദിവസം പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കുറുപ്പുംപടി കോടതിയിൽ സമർപ്പിക്കും. അത്തരത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുചെന്ന് വരെ തെളിവെടുക്കേണ്ടതുണ്ട് എന്നാണ് ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ
ബൃഹത്തായ നടപടിക്രമമായിരിക്കും. കാരണം വളരെ വിശദമായുള്ള രീതിയിലുള്ള തെളിവെടുപ്പ് പെരുമ്പാവൂരിലും ജിഷയുടെ വീടിന് പരിസരത്തും മറ്റും കൂടാതെ അന്യ സംസ്ഥാനങ്ങളിലേക്കും തെളിവെടുപ്പ് നടത്തണം. മാത്രമല്ല വിശദമായ ഒരു ചോദ്യം ചെയ്യലിനും അമീറുലിനെ ഇനി വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 15 ദിവസത്തെ പോലീസ് കസ്റ്റഡി ആയിരിക്കും പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുക. അത് കോടതി അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുകയുള്ളൂ. അത് നാളത്തെ തിരിച്ചറിയൽ പരേഡിന് ശേഷമായിരിക്കും ആ നടപടികളിലേക്ക് പോലീസ് കടക്കുക. അതോടൊപ്പം തന്നെ ഇയാളുടെ സുഹൃത്തിന് വേണ്ടി പോലീസ് ആസാമിൽ എത്തിയിട്ടുണ്ട്. ഈ പ്രതിയുടെ സുഹൃത്തിനെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യൽ തുടങ്ങി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇയാളിൽ നിന്ന് പല നിർണായക വിവരങ്ങളും പോലീസിന് ലഭിക്കുമെന്നാണ് കരുതുന്നത്. കാരണം അമീറുൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് താൻ ഒറ്റയ്ക്കല്ല ഈ കൊലപാതകം നിർവഹിച്ചത് എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല ഈ കൊലപാതകത്തിൻ്റെ തലേന്നാളും മറ്റും ഈ സുഹൃത്തും ഈ അമീറുലിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഈ സുഹൃത്തിനോട് ഒരുപക്ഷെ അമീറുൽ പങ്കുവച്ചിട്ടുണ്ടാകാം. മാത്രമല്ല ഇതിൽ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും ഈ സുഹൃത്തിന് അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതും ഒടുവിൽ ആസാമിലെത്തി ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതും. എന്തായാലും തിരിച്ചറിയൽ പരേഡാണ് ഇനി അടുത്ത നടപടി. അത് നാളെ ആയിരിക്കും നടക്കുക. കെ എം ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിച്ചു. അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. കേരളത്തിൽ ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് പെരുമ്പാവൂരിലാണ്. ജിഷ വധക്കേസിലൂടെ വീണ്ടും ഒരു അന്യസംസ്ഥാന തൊഴിലാളി പ്രതിയായതോടെ ജീവിതമാർഗം തേടിയെത്തിയ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ഭാവിയാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. എവിടുത്തെ ആൾക്കാർ ശരിയില്ല. അതെ, ഭായമാരി പിന്നെ ആസാംകാർ അവർ ശരിയില്ല. അതൊക്കെ ഉറപ്പും. പെരുമ്പാവൂരിലെ കണ്ടന്തറ എന്ന പ്രദേശം പൂർണ്ണമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലാണ്. ഇവരുടെ തന്നെ കടകളും മറ്റുമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. ഓരോ ദിവസവും മുറികളിൽ ആളുകളുടെ എണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. ആയതിനാൽ കെട്ടിട ഉടമകൾ പുലർച്ചെയോടെ എത്തി തലയെണ്ണിയാണ് വാടക ഈടാക്കുക. ഒരാളുടെ കയ്യിൽ നിന്നും 30 രൂപ മുതൽ 50 രൂപ വരെയാണ് ഒരു ദിവസത്തെ വാടക. പ്രതിദിനം 800 രൂപ മുതൽ 2000 രൂപ വരെ വേതനം ലഭിക്കുന്ന ഈ തൊഴിലാളികളുടെ ജീവിത ചെലവാകട്ടെ 2000 രൂപയിൽ താഴെ മാത്രം. ബാക്കി പണം ഇടയ്ക്കിടെ വന്നു പോകുന്ന സുഹൃത്തുക്കൾ വഴി നാട്ടിലെത്തിക്കും. തൊഴിലാളികൾക്കിടയിൽ അക്രമവാസനകൾ കൂടി വരുന്നത് മൂലം തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് ഈ തൊഴിലാളികൾ ഇപ്പോൾ. ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്യസംസ്ഥാന തൊഴിലാളി പിടിയിലായതോടെ ജീവിതമാർഗം തേടി ഇവിടെ എത്തിയ 100 കണക്കിന് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ജീവിതമാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്.